കണ്ട് കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര. അതാണ് പ്ലാൻ. ആഹാ, എന്താ സീനറി! പോകുന്ന വഴിയിൽ ഇവിടെ നിർത്താതെ എങ്ങനെയാ പോവാ? കൊല്ലങ്കോട് കുടിലിടം ലൊക്കേഷൻ. ഇതൊക്കെ കണ്ട് ചായ ഒക്കെ കുടിച്ച് നമ്മൾ അങ്ങനെ യാത്ര തുടർന്നു. എങ്ങോട്ടാ? നേരെ പഴനിയിലേക്ക്. അവിടെ നിന്ന് അടുത്ത സ്പോട്ട് അമ്പിളിമാമനെത്തി. ഇവിടെ പഴനിമല. എവിടെ? താഴെ പഴനിമല. കുറച്ചുകൂടി അടുത്ത് കാണാം. ഞങ്ങൾ പഴനിയിലെത്തിയപ്പോൾ ഒരു 8:15 ആയി. അമ്പലം ഒരു 9 മണി വരെയൊക്കെ ഓപ്പൺ ആണ്. പക്ഷെ നടന്നു കയറി ചെല്ലുമ്പോഴേക്കും തിരിച്ചിറങ്ങേണ്ട ടൈം ആവും. അതുകൊണ്ട് ഞങ്ങൾ റോപ്പ് കാർ അല്ലെങ്കിൽ റിഞ്ച് ഉണ്ടോന്ന് നോക്കി. ഒരു 8:30 വരെയൊക്കെ ഉണ്ടാവാറുള്ളതാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, അവർ നേരത്തെ ക്ലോസ് ചെയ്തു പോയി. നിങ്ങൾ വരുമ്പോ ശ്രദ്ധിക്കുക, ഒരു 8 മണിക്ക് മുമ്പായിട്ടൊക്കെ എത്താൻ ട്രൈ ചെയ്യുക. ഇനി അങ്ങനെ എത്താൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നല്ലേ? വാ, പറഞ്ഞുതരാം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മലയുടെ അടിവാരത്തുള്ള കുറച്ച് അമ്പലങ്ങളുണ്ട്. അവിടെയൊക്കെ തൊഴുത് അങ്ങനെ നടന്ന് ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി സുഖമായി കിടന്നുറങ്ങാം. നെക്സ്റ്റ് ഡേ ഫ്രഷ് ആയി നമുക്ക് വെട്രിവേൽ മുരുകനെ കാണാം. പേടിക്കണ്ട, മുരുകൻ അവിടെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചങ്ങൾ കിടന്നുറങ്ങിക്കോളാ. റൂമൊക്കെ നല്ല റൂം. ബാത്റൂമും അത്യാവശ്യം ക്ലീനൊക്കെ തന്നെ. ഹോട്ടലൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ പുറത്തിറങ്ങി. പിന്നെ വേറൊരു കാഴ്ചയുണ്ട്, സ്പെഷ്യൽ വ്യൂ. പഴനിമല. രാവിലെ എണീക്കുമ്പോ തന്നെ പഴനിമല കണ്ടുകൊണ്ട് മുരുക കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞുണരാം. പിന്നെ ടെമ്പിൾ വ്യൂ റൂംസിന് ക്യാഷ് കുറച്ച് കൂടുതൽ കൊടുക്കണം. അതിനെന്താ, പണം പോട്ടെ, അനുഗ്രഹം വരട്ടെ. പക്ഷെ ഞങ്ങൾ അനുഗ്രഹം കുറച്ച് കുറവ് മതി എന്ന് വിചാരിച്ച് റേറ്റ് കുറവുള്ള റൂമാണ് എടുത്തത്. നല്ല ഹോട്ടൽ, റൂമും എല്ലാം നല്ലത്, ലൊക്കേഷനും ടെമ്പിളിന്റെ അടുത്ത്. ഇതിപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു 3000 അടുത്ത് ഒരു AC റൂമാണ് കിട്ടിയത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാ. ഹോട്ടൽ റിസപ്ഷന്റെ അടുത്ത് കുറച്ച് ഡൈകാസ്റ്റ് മെറ്റൽ കാർസ് ഒക്കെ കണ്ടു. ഇതെല്ലാം സെയിലിന് വെച്ചേക്കുന്നതാ. വാ പോര്, അധിക നേരം നിക്കണ്ട, വാങ്ങാൻ തോന്നും. പോയി കിടന്നുറങ്ങാം. തമിഴങ്കോഴി കൂവി. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. നേരം വെളുത്തു. ഇത് മോർണിംഗ് വ്യൂ. കൊള്ളാല്ലേ? അപ്പൊ ഐശ്വര്യമായി അമ്പലത്തിൽ പോയിട്ട് വരാം. പഴനി ഉണർന്നു തുടങ്ങുന്നു. മുകളിലേക്ക് കയറാനുള്ള ഇഞ്ചിനുള്ള ക്യൂവിൽ പോയി നിന്നു. ഒരാൾക്ക് 50 രൂപീസാണ് ഞങ്ങൾ കൊടുത്തത്. ഇതുപോലെ ഓരോ സെക്ഷനായി കൊണ്ടുപോയി ഇരുത്തും. നമ്മുടെ ട്രിപ്പ് ആകുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക. അങ്ങനെ നമുക്ക് മെയിനായി 3 ടൈപ്പിൽ പഴനിമല കയറാം. ഒന്ന് ഇതുപോലെ വിഞ്ച് വഴി, രണ്ടാമത് റോപ്പ് കാർ വഴി. ഇതിലൊക്കെ ഒരു 5-6 മിനിറ്റൊക്കെ മലയുടെ മുകളിൽ എത്താൻ എടുക്കുക. പിന്നെയുള്ള ഓപ്ഷൻ നടന്നു കയറലാണ്. നോർമലി ഒരു 30 to 40 മിനിറ്റ്സ് എടുക്കും. നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റോപ്പ് കാറിലോ വിഞ്ചിലോ പോകാം.
അതിനൊക്കെയുള്ള ക്യൂവിൽ ഒരു 1.25 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം. പക്ഷെ പേടിക്കണ്ട, വെയിറ്റ് ചെയ്തിരിക്കാൻ ചെയേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തി. ഒരു കുഞ്ഞു ട്രെയിൻ പോലെ. അതങ്ങനെ നമ്മളെയും കൊണ്ട് പതുക്കെ മുകളിലേക്ക് കയറും. 30-35 ആൾക്കാരെയും കൊണ്ട് കയറാ. ഡ്രൈവറില്ലല്ലോ, പിന്നെ റോപ്പ് കണക്ട് ചെയ്ത് വലിച്ചു കയറ്റുന്നത് പോലെയാ. ഒരു 50 ഇയേഴ്സിന് മുമ്പ് തന്നെ ഈ വിഞ്ച് സിസ്റ്റം പഴനിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നാണ് അറിഞ്ഞത്. പക്ഷെ റോപ്പ് കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 ഇയേഴ്സ് ഒക്കെ ആവുന്നുള്ളൂ. ചുറ്റുമൊന്ന് നോക്കിയേ, നല്ല വ്യൂവാ. അതും ഇടയ്ക്കിടയ്ക്ക് നല്ല പൂച്ചെടികളും ഒക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ തന്നെ. അപ്പോൾ ട്രിപ്പ് കൊണ്ട് നിങ്ങൾക്ക് അമ്പലത്തിലും പോവാം, നല്ല വ്യൂവും കാണാം. അപ്പുറത്തെ ട്രാക്കിൽ ഒരു വിഞ്ച് ആൾക്കാരെയും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങാം. ഇതാണ് മുമ്പ് പറഞ്ഞ സ്റ്റീൽ റോപ്പ്. പുള്ളി സിസ്റ്റത്തിലൂടെ ഒരു മെഷീൻ ഇങ്ങനെ വിഞ്ചിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഈ നിരങ്ങളെൻ്റെ ക്യൂ നിൽക്കാം. 10 രൂപയ്ക്കും 100 രൂപയ്ക്കും ഫ്രീ ആയൊക്കെ നിൽക്കാവുന്ന വരികളുണ്ട്. തിരക്കനുസരിച്ച് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഫ്രീ ക്യൂ ആണ് ആദ്യം നോക്കിയത്. അതിൽ തിരക്ക് കൂടുതലായതുകൊണ്ട് 10 രൂപ ക്യൂ കൊടുത്തു. തൊഴുത് പുറത്തിറങ്ങി. ഒരു ½ ആൻ അവർ അത്രയൊക്കെ എടുത്തുള്ളൂ. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. ഞങ്ങൾ തിരിച്ചിറങ്ങിയത് നടന്നാണ്. വീണ്ടും ഹോട്ടലിലെത്തി റൂം വെക്കേറ്റ് ചെയ്തു. ഇതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അമ്പലത്തിന്റെ ഒരു മോഡലാ. നൈസ്. അങ്ങനെ നമ്മൾ പോയി തുടങ്ങാണ്. എങ്ങോട്ട്? യെസ്, കൊടൈക്കനാൽ. ഇവിടെയൊക്കെ ആകെ ഇടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ സംഭവം വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇനി വരുമ്പോ ഇവിടെ എന്താണെന്ന് നോക്കാം. പാലാ ഡാം ഏരിയയാണ് ആ കാണുന്നത്. റൈറ്റ് സൈഡിലായി അങ്ങ് ദൂരെ കാണുന്നത് പഴനിമല. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഈ മരങ്ങൾക്കിടയിലൂടെ ചുറ്റിക്കേറി വന്ന് ഇവിടെ എത്തി. എന്തായാലും കുറച്ച് ഫോട്ടോസ് എടുത്തേക്കാം. വഴിയിലൊരു കുതിരയെ കണ്ടു. പുല്ല് നിന്ന തിരക്കിലാ. ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചപ്പോ നല്ല സ്പീഡിലാ വണ്ടികൾ വരുന്നേ. റോഡിനധികം വിടുത്തുമില്ല. അതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി നിർത്തി. ഈ വഴിയിൽ ഇങ്ങനെ നിന്നാൽ വല്ല വണ്ടി ഇടിക്കില്ലേ കുതിര? അല്ല, പറഞ്ഞെന്നേ ഉള്ളൂ. യു കണ്ടിന്യൂ. ഇപ്പോൾ നമ്മൾ സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസിന് അടുത്തെത്തി. ഇത് കൊടൈക്കനാലിന് ഒരു 7 കിലോമീറ്റേഴ്സ് ഒക്കെ മുമ്പാ. നമ്മുടെ കൊടൈക്കനാൽ ലേക്ക് നിന്ന് ഓവർഫ്ലോ ആയി വരുന്ന വെള്ളമാണിത്. നല്ല വെള്ളിനൂൽ പോലെ തട്ടായി വരുന്നത് കൊണ്ടാവും ഈ പേര്. ഞാനൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റു.
ഇതൊരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. കുറെ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളും ഉണ്ട്. നല്ല ചൂട് ഐറ്റംസ് ഇവിടെ റെഡിയാ. ഈ തണുപ്പത്ത് ഇതൊക്കെ ചൂടോടെ കഴിക്കുമ്പോ നല്ലൊരു ഫീലാ. നമ്മളും വിട്ടുകൊടുത്തില്ല. കപ്പലണ്ടി പുഴുങ്ങിയതും ഫോണും ഒക്കെ വാങ്ങി തട്ടി. പഴനി ടു കൊടൈക്കനാൽ 60 കിലോമീറ്റേഴ്സിന്റെ അടുത്തുണ്ട്. നോർമൽ സ്പീഡിൽ 2-2.25 മണിക്കൂർ. ഞങ്ങൾ 3 hours എടുത്തു. ഫൈനലി നമ്മൾ കൊടൈക്കനാലിലെത്തി നേരെ റൂമിലേക്ക് കടന്നു. കടക്കാൻ വരട്ടെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കൊടൈക്കനാലിൽ ഞങ്ങളുടെ സ്റ്റേ, അതിന്റെ ഡീറ്റെയിൽസ്, കൊടൈക്കനാലിലെ ചില ആക്ടിവിറ്റീസ്, അതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. So see you later. See you soon.